ഹേ ഗായ്സ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കസ്റ്റാർഡ് ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ. സേവ് ചെയ്ത് വെച്ചു ഗൈസ്. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഒരു ബൗളിലേക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡറും പാലൂടെ ചേർത്തിട്ട് നല്ല രീതിക്ക് കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു ചായപാത്രത്തിലേക്ക് ഒരു 4 കപ്പ് പാലിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എൻ്റെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. അതുകൂടെ ആഡ് ചെയ്തിട്ട് അത് നല്ല രീതിക്കൊന്ന് തിളപ്പിച്ചെടുക്കുക. നല്ല രീതിക്ക് തിളച്ച് വന്ന് നല്ല പൊന്തി വന്നതിന് ശേഷം തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് കസ്റ്റാർഡിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒത്തിരി തീ വെക്കണ്ട, പെട്ടെന്ന് കുറുകി കിട്ടും. അത് നല്ല കുറുകി തിക്കായി വന്നതിന് ശേഷം അതൊന്ന് തണുക്കാൻ മാറ്റി വയ്ക്കാം. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ബ്രെഡിൻ്റെ ആ ഒരു ബ്രൗൺ പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. എനിക്ക് മൊത്തത്തിൽ ഇവിടെ ഒരു 12 സ്ലൈസ് ബ്രെഡാണ് വേണ്ടി വന്നത്. ഞാനിവിടെ 3 ലെയറായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 12 സ്ലൈസ് ബ്രെഡ് എടുക്കുന്നുണ്ട്. അതൊന്ന് സെറ്റ് ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു ബേക്കിംഗ് ട്രേ ആണ്. നിങ്ങൾക്ക് ഏതൊരു പ്ലേറ്റോ എന്തിൽ വേണോ സെറ്റ് ചെയ്യാം. ഞാൻ ബേക്ക് ചെയ്യുമായിരുന്നു, ആ ഒരു ടൈമിൽ വാങ്ങിച്ചൊരു ബേക്കിംഗ് ട്രേ ആണിത്. അപ്പോൾ അതിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. 4 പീസ് ബ്രെഡ് ആദ്യം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീതെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലെയറും സെറ്റ് ചെയ്ത് അതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കുക ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ്. നല്ല രീതിക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ കസ്റ്റാർഡ് മിക്സ്. അതിലൊന്നും കുറവ് വരുത്തണ്ട, നല്ല രീതിക്ക് ഫില്ല് ചെയ്തോളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. 3 ലെയറും നല്ല രീതിക്ക് സെറ്റ് ചെയ്തതിന് ശേഷം മാറ്റി വെച്ച ആ ഒരു ബ്രൗൺ ഭാഗം ഉണ്ടല്ലോ ബ്രെഡിൻ്റെ, അതൊന്ന് പൊടിച്ച് ആ ഒരു ക്രംസ് ഞാൻ അതിൻ്റെ മീതെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 10 രൂപയുടെ പാക്കറ്റ് ഒരു ഡയറി മിൽക്ക് വാങ്ങിയിട്ട് അതുകൂടെ ഒന്ന് ചോപ്പ് ചെയ്ത് അതിൻ്റെ മീതെ ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 1 അവർ ഇതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രീസ് ചെയ്തെടുത്തത്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങളൊന്ന് ഫീഡ്ബാക്ക് കൂടെ അറിയിച്ചേക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ, ബൈ ബൈ.